എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 23 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യായം 23. മൈത്രേയ മഹർഷി വിദുരർക്ക് ഭാഗവത ചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിലെ സ്വയംഭുവ മനുവിൻ്റെ ചരിതത്തെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകള് ദേവഹൂതിയുടെ കഥ അതാണ് വിവരിക്കുന്നത്. അപ്പോൾ അധ്യായം 23 ദേവഹൂതിയുടെ ദുഃഖം അതാണ് നമ്മൾ കാണുന്നത്. അച്ഛനമ്മമാർ ആശ്രമ പരിസരം വിട്ടു പോയതിന് ശേഷം പതിവ്രതാധർമ്മം സംരക്ഷിച്ചുകൊണ്ട്, ധർമ്മം ചെയ്തുകൊണ്ട്, സ്വന്തം ശരീരത്തെ പോലും വിസ്മരിച്ചിട്ട് ഭർത്താവായിട്ടുള്ള കർദമ മഹർഷിയെ ശുശ്രൂഷിച്ച് സേവിച്ച് തുടർന്നുള്ള കാലം ദേവഹൂതി ആ ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഒരു കർദമ മഹർഷി ഒരു സന്യാസ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇച്ഛ എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിപാലിച്ച് സേവിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ജീവിക്കുമ്പോൾ ഒരു വിധത്തിൽ ദേവഹൂതിയുടെ ജീവിതവും ഒരു സന്യാസ ജീവിതത്തിന് തുല്യമായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തം ശരീരത്തെ വിസ്മരിച്ചിട്ടാണ് ഭർത്താവിനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർദമ മഹർഷി ശ്രദ്ധിക്കുകയാണ് സ്വന്തം പത്നിയെ. അതായത് അച്ഛനമ്മമാരുടെ കൂടെ രഥത്തിൽ ആ ആശ്രമത്തിൻ്റെ പരിസരത്ത് വന്നിറങ്ങിയ രാജകുമാരിയായിരുന്ന ദേവഹൂതി എത്രമാത്രം കാന്തിയായിരുന്നു അവളെ കാണാനായിട്ട്. ഇപ്പോൾ വർഷങ്ങളായി തന്നെ ശുശ്രൂഷിച്ച് പരിചരിച്ച് മെലിഞ്ഞ് ക്ഷീണിച്ച് ദുർബലയായിരിക്കുന്ന, വസ്ത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇപ്പോൾ ദേവഹൂതിയെ കണ്ടത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു സങ്കടം, ഒരു കുറ്റബോധമൊക്കെ തോന്നി. താൻ ഇത്രയും കാലം അവളെ ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വിഷമം തോന്നിയിട്ട് ദേവഹൂതിയോട് പറയുകയാണ്, സ്വന്തം എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ആദ്യം സ്വന്തം ശരീരം തന്നെയാണ്. അത് വിസ്മരിച്ച്, ആ ശരീരത്തെയാണ് നീ വിസ്മരിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. എന്നെ ഇത്രയും കാലം ശുശ്രൂഷിക്കാനും പരിചരിക്കാനായിട്ട് ഞാൻ അതിൽ പൂർണ്ണ സംതൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള തപസ്സിലൂടെ ഞാൻ ആർജിച്ച എൻ്റെ സിദ്ധികളെല്ലാം നിഷ്കാമമായി എന്നെ സേവിക്കുന്നതിലൂടെ നിനക്കും കൈവരും എന്നൊരനുഗ്രഹം ദേവഹൂതിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ആ സിദ്ധികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് കാണിക്കാൻ തുടങ്ങവേ ദേവഹൂതി പറയാണ്, അങ്ങ് പൂർണ്ണ സംതൃപ്തനാണ് എന്ന് ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി, സന്തോഷമായി. പക്ഷെ അങ്ങൊരു കാര്യം ഞാൻ അങ്ങയോട് പറയാം, എനിക്ക് ആവശ്യം ഈ സിദ്ധികളൊന്നുമല്ല. അങ്ങ് എനിക്കൊരു വാക്ക് നൽകിയിരുന്നു, അങ്ങയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കുന്നതുവരെ ഞാനുമായിട്ട് ഒരു ശാരീരിക സംയോജനമാവാം എന്ന് അങ്ങ് എനിക്ക് വാക്ക് നൽകിയിരുന്നു. എനിക്ക് വേണ്ടത് അതാണ്. അതായത് ഇത്രയും വലിയ മഹായോഗിയായ ഭർത്താവ് അദ്ദേഹത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ, അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സാത്വികമായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ദേവഹൂതി പറയുകയാണ്, അതുമാത്രമല്ല ഇത്രയും നാൾ ഈ ആശ്രമ അന്തരീക്ഷത്തിൽ യാഗം, ഹോമ, പൂജാതി കർമ്മങ്ങൾ, സന്യാസ
സന്യാസി ജീവിതമൊക്കെ നയിച്ച് തൻ്റെ മനസ്സും ഒരുപോലെ ഉള്ളിലാഗ്രഹമുണ്ട്, പക്ഷെ അതിങ്ങനെ മരവിച്ച പോലെയായി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കഠിനമായ അധ്വാനത്തേക്കാൾ മനസ്സിൽ അടക്കി വെച്ച് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് എൻ്റെ ശരീരം ഇത്രയും മെലിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ ദുർബലയായി കാണപ്പെടുന്നത്. ഇനി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ആ ഒരു പ്രണയമൊക്കെ ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഈ ഒരു ആശ്രമ അന്തരീക്ഷം വിട്ടിട്ട് നല്ലൊരു ഭവനം അങ്ങ് എനിക്കായി തരണമെന്ന് സജ്ജമാക്കി തരണമെന്ന് ദേവഹൂതി ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. അത് കേട്ട മാത്രയിൽ കർദമ മഹർഷി ശരിയാണ്, ഞാൻ വാക്ക് തന്നിരുന്നു, അതെത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു വിമാനം, ഒരു കൊട്ടാരം, ആ കൊട്ടാരം ഒരു വിമാനം പോലെയാണ്. ആ കൊട്ടാരം അത്യാഡംബരങ്ങളോട് കൂടിയ ഒരു കൊട്ടാരത്തെ, ഒരു വിമാന രൂപത്തിലൊരു കൊട്ടാരത്തെ അവിടെ സൃഷ്ടിച്ചു. നമ്മൾ 13ാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ആ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നു. സകല എന്താ പറയുക, എല്ലാ സമ്പത്തും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതുമാണ്, എല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ടതുമാണ് ആ കൊട്ടാരം എന്ന് നമ്മൾ 13ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. ഇനി ആ ഒരു കൊട്ടാരത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ് ഒരു 3-4 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം. ശ്ലോകം 14-15. ദിവ്യോപകരണോ ഭേദം സർവകാല സുഖാവഹം പട്ടികാഭി പതാകാഭി വിചിത്രാഭി അലംകൃതം സൃഗ്ഭി വിചിത്രമാല്യാഭിർ മഞ്ജു ശിഞ്ചക്ഷഡംഘ്രിഭി ദുകൂല ക്ഷൗമ കൗശേയ നാനാവസ്ത്രൈ വിരാജിതം ദിവ്യോപകരണ ഉപേദം സർവകാല സുഖാവഹം പട്ടികാഭി പതാകാഭി വിചിത്രാഭി അലംകൃതം സൃഗ്ഭി മാല്യാഭി മഞ്ജു ശിഞ്ചക്ഷഡ അംഘ്രിഭി ദുകൂല ക്ഷൗമ കൗശേയൈ നാനാവസ്ത്രൈ വിരാജിതം. അതായത് ദിവ്യോപകരണോപേതം, ദിവ്യമായ ഗൃഹോപകരണങ്ങൾ ഉണ്ടായിരുന്നു ആ കൊട്ടാരത്തിനകത്ത്. സർവകാല സുഖാവഹം, ഏത് കാലത്തും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അതായത് കാലങ്ങളിങ്ങനെ മാറുമല്ലോ. ഇപ്പം നമുക്ക് തന്നെ ഈ കാലാവസ്ഥ, ചൂടുള്ള കാലം, തണുപ്പ് കാലം, മഞ്ഞുകാലം എന്നൊക്കെ പറഞ്ഞ പോലെ ഏത് കാലഘട്ടത്തിലും സുഖമായി വസിക്കാൻ കഴിയുന്ന ഒരു കൊട്ടാരം. ഇനി അവിടെ പട്ടികാഭി പതാകാഭി വിചിത്രാഭി അലങ്കൃതം, വിചിത്രമായ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ കൊണ്ട്, പട്ടികാഭി എന്ന് വെച്ചാൽ തോരണങ്ങളും, പതാകാഭി എന്നാൽ കൊടിക്കൂറകൾ, ഇതെല്ലാം ഇവയാൽ അലങ്കരിക്കപ്പെട്ടതും. സൃഗ്ഭി വിചിത്രമാല്യാഭി, അതായത് വിചിത്രമായ പുഷ്പങ്ങൾ കൊണ്ടുള്ള സൃഗ്ഭി, പൂച്ചെണ്ടുകൾ നിറഞ്ഞിരുന്നു. മഞ്ജു ശിഞ്ചത് ഷഡ് അംഘ്രിഭി, മഞ്ജു ശിഞ്ചത് അതായത് മനോഹരമായിട്ട് മൂളിപ്പാട്ട് പാടുന്ന ഷഡ് അംഘ്രിഭി, ഈ തേനീച്ചകൾ നിറഞ്ഞിരിക്കുന്ന പൂക്കൾ കൊണ്ടുള്ള പൂച്ചെണ്ടുകളും പൂമാലകളും ഒക്കെ അവിടെ നിറഞ്ഞിരുന്നു. ഇനി ദുകൂല ക്ഷൗമ കൗശേയ, ദുകൂലം എന്ന് വെച്ചാൽ പട്ടുവസ്ത്രങ്ങൾ, ക്ഷൗമം എന്ന് വെച്ചാൽ വേറൊരു തരം തുണി, പട്ടിൻ്റെ തുണി അല്ലാതെ മറ്റൊരു തരം തുണി, കൗശേയ എന്നിങ്ങനെയുള്ള വസ്ത്രങ്ങൾ, നല്ല മനോഹരമായ പട്ടുകൊണ്ട് മറ്റ് പല തുണിത്തരങ്ങൾ കൊണ്ടുള്ള മനോഹരമായ വസ്ത്രങ്ങളാൽ നാനാവസ്ത്രൈ വിരാജിതം, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് ആ കൊട്ടാരം. അപ്പം ദിവ്യമായ ഗൃഹോപകരണങ്ങൾ, ഏതു കാലത്തും സുഖമായി വസിക്കാൻ കഴിയുന്ന പല വിധത്തിലുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള കൊടിക്കൂറകളും അതുപോലെ തോരണങ്ങളൊക്കെ നിറയെ ചാർത്തിയിരിക്കുന്നു. പിന്നെ തേനീച്ചകൾ വന്നിരിക്കുന്ന അത്രയും സുഗന്ധം പരത്തുന്ന വിചിത്രമായ പുഷ്പങ്ങൾ കൊണ്ടുള്ള പുഷ്പഹാരങ്ങളും പൂച്ചെണ്ടുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. പിന്നെ പട്ടുവസ്ത്രങ്ങൾ, മറ്റുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള നാനാവിധത്തിലുള്ള വസ്ത്രങ്ങളാലും അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ കൊട്ടാരം. ശ്ലോകം 16. ഉപരി ഉപരി വിന്യസ്ത നിലയേഷു പ്രദക്ഷിപ്തൈ കശിഭുവി കാന്തം പര്യങ്ക വ്യഞ്ജനാസനെ. ഇനി അതുമാത്രമല്ല, ഉപരി ഉപരി മേൽക്ക് മേലെയായിട്ട്, അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട്, വ്യന്യസ്തം സ്ഥാപിച്ചിരിക്കുന്നു, നിലയേഷു നിലകളിലായിട്ട്. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഓരോരോ നിലകളുണ്ട്. അപ്പോൾ മുകളിലത്തെ നിലകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. പ്രത്യേക വെവ്വേറെ ക്ഷിപ്തെ ക്രമീകരിക്കുന്ന വിധത്തിൽ, ക്രമീകരിച്ചു വെച്ച വിധത്തിൽ. കശിഭുബി എന്ന് വെച്ചാൽ കിടക്ക, മെത്തകൾ, പര്യങ്ക കട്ടിലുകൾ, വ്യജനാസന ഇരിപ്പിടങ്ങൾ, കാന്തം, അങ്ങനെ അവയാലും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഓരോ
കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഓരോ നിലകളിലായിട്ട് പ്രത്യേക സ്ഥാനത്ത് ക്രമമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അതാതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി വെച്ചിരിക്കുന്ന കട്ടില്, മെത്ത, ഇരിപ്പിടങ്ങൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, വസ്തുക്കളാലും അത് ആ കൊട്ടാരം അലങ്കരിക്കപ്പെട്ടിരുന്നു. ശ്ലോകം 17. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരതകസ്ഥല്യ ജുഷ്ടം വിദ്രുമവേദിഭിः. തത്ര തത്ര അവിടെയും ഇവിടെയായിട്ട് വിനിക്ഷിപ്തം സ്ഥാപിച്ചു വെച്ച നാനാശില്പോപശോഭിതം മനോഹരമായ കൊത്തുപണികൾ അവിടെ ഇവിടെയുമായിട്ട്. കൊത്തുപണികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുക ചുമരുകളിലെ മനോഹരമായിട്ട് പലയിടങ്ങളിലുമായിട്ട് മനോഹരമായി കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. മഹാമരതകസ്ഥല്യ, മഹാമരതകം കല്ല് പതിപ്പിച്ച സ്ഥല്യ നിലം. അവിടെ നമ്മളൊക്കെ ടൈൽസൊക്കെ ഇടുന്ന പോലെ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് നിലം മരതകം പതിപ്പിച്ച നിലമായിരുന്നു തറ. പിന്നെ വിദ്രുമവേദിഭിः, ഇനി ആ നിലത്തിൽ തന്നെ വേദികളുണ്ട്, ചിലത്തിരി ഉയർന്ന സ്ഥലം, അതായത് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾക്കായിട്ട് ഇരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട വേദികളിൽ അവിടെ വിദ്രുമ, അതായത് പവിഴം പതിപ്പിച്ചതായിരുന്നു ആ വേദികൾ. അങ്ങനെ ജുഷ്ടം സജ്ജമാക്കിയിരുന്ന കൊട്ടാരമായിരുന്നു അത്. അപ്പോൾ ഓരോരോ കൊട്ടാരത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഒതുക്കി എല്ലാ ഗൃഹോപകരണങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കിടക്കാം, മെത്ത, ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ അതിനകത്ത് ചുമരുകളിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്തിരുന്നു. മരതകം പതിപ്പിച്ച നിലവും പവിഴം പതിപ്പിച്ച വേദികളും ആ കൊട്ടാരത്തിനകത്ത് ഉണ്ടായിരുന്നു. ശ്ലോകം 18. ദ്വാസു വിദ്രുമദേഹല്യ ഭാതം വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭേ അധിശ്രിതം. അതായത് ദ്വാസു പ്രവേശന കവാടം, ആ കൊട്ടാരത്തിനകത്തേക്ക് കടക്കാനുള്ള ആദ്യത്തെ പ്രവേശന കവാടത്തിൽ വിദ്രുമദേഹല്യ, വിദ്രുമം എന്ന് വെച്ചാൽ ഇത് ദേഹല്യ എന്ന് വെച്ചാൽ പവിഴം കൊണ്ടുണ്ടാക്കിയ കവാടമായിരുന്നു അത് ഭാതം എന്ന് വെച്ചാൽ മനോഹരമായിട്ട് പ്രകാശിക്കുന്നു. വജ്ര കവാടവത്ത്, വജ്രം പതിപ്പിച്ച വാതില്. കവാടവത്ത് എന്ന് വെച്ചാൽ ആ കവാടത്തിൻ്റെ വാതില് വജ്രം പതിപ്പിച്ച മനോഹരമായ വാതിലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പ്രവേശന കവാടമായിരുന്നു കൊട്ടാരത്തിന്. ഇനി ശിഖരേഷു ഇന്ദ്രനീലേഷു, ശിഖരേഷു എന്ന് വെച്ചാൽ കുംഭഗോപുരങ്ങൾ. ആ കൊട്ടാരത്തിന് വലിയ വലിയ കുംഭങ്ങളുണ്ടായിരുന്നു മുകളിൽ, അത് ഇന്ദ്രനീലം പതിപ്പിച്ചതായിരുന്നു. പിന്നെ ഹേമകുംഭൈ, സ്വർണ്ണ കുംഭങ്ങൾ ഉണ്ടായിരുന്നു. അതിശ്രിതം, കിരീടം പോലെയുള്ള സ്വർണ്ണ കുംഭങ്ങളും ഇന്ദ്രനീലം പതിപ്പിച്ച കുംഭഗോപുരങ്ങളും ഒക്കെ ഉള്ള അത്രയും മനോഹരമായിട്ടുള്ള അത്യത്ഭുതകരമായ ഒരു വിമാനം പോലെയുള്ള ഒരു കൊട്ടാരമാണ് അദ്ദേഹം അവിടെ കർദമ മഹർഷി അവിടെ സൃഷ്ടിച്ചു കൊടുത്തത് എന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയും കഴിവ് എത്രമാത്രമായിരിക്കും ആലോചിച്ച് നോക്കൂ. എത്ര വലിയ യോഗീശ്വരനായിരിക്കും. അദ്ദേഹം മനസ്സിൽ ഭാവന ചെയ്തതുപോലെ ദേവഹൂതിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു അത്യാർഭാടങ്ങളോടുകൂടിയ ഒരു കൊട്ടാരാണ് അദ്ദേഹം അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഒന്നും ആവശ്യപ്പെടാതെ നിഷ്കാമമായി അദ്ദേഹത്തെ സേവിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടായിരുന്നു ദേവഹൂതി ജീവിച്ചിരുന്നത്. അതിൽ അത്യധികം സംതൃപ്തനായതുകൊണ്ടാണ് അവൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ അത്രയും മഹത്തായ ഒരു വിമാന കൊട്ടാരം അവൾക്കായിട്ട് കർദമ മഹർഷി സജ്ജമാക്കി കൊടുത്തത്. ഇനി ശ്ലോകം 19. ചക്ഷുഷ്മത് പത്മരാഗാഗ്രേ വജ്രഭിത്തിഷു നിർമ്മിതേ ജുഷ്ടം വിചിത്രവൈതാനൈ മഹാർഹൈ ഹേമതോരണേ. ഇനിയുമുണ്ട് ചക്ഷുഷ്മത്, അതായത് കണ്ണുകളെ വശീകരിക്കുന്ന ആകർഷിക്കുന്ന പത്മരാഗാഗ്രേ, അതായത് മാണിക്യക്കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്ന വജ്രഭിത്തിഷു നിർമ്മിതേ, വജ്രം പതിപ്പിച്ച ചുമരുകളിൽ നിർമ്മിതേ എന്ന് വെച്ചാൽ വെച്ചിരിക്കുന്നു. അതായത് വജ്രം പതിപ്പിച്ച ചുമര്, ആ ചുമരിൻ്റെ മുകളിൽ കണ്ണുകളെ ഇങ്ങനെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാണിക്യക്കല്ല് അവിടെ ഇവിടെയായിട്ട് പതിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി വിചിത്രവാദാനെ, വളരെ വൈവിധ്യമാർന്ന മേലാപ്പുകൾ, മുകൾ ഭാഗത്തുള്ള മേലാപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹേമതോരണേ മഹാർഹേ, മഹാർഹേ എന്ന് വെച്ചാൽ അമൂല്യങ്ങളായ ഹേമതോരണേ, സുവർണ കവാടങ്ങളും ഇവയെല്ലാം ജുഷ്ടം സജ്ജമാക്കി വെച്ചിരിക്കുന്ന കൊട്ടാരമായിരുന്നു അത്. അത്രയ്ക്കും ആർഭാടം നിറഞ്ഞ ഒരു കൊട്ടാരമായിരുന്നു അത്. ഇനി അത് മാത്രമല്ല, അവിടെ കുറേ മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതാണ് ശ്ലോകം 20 പറയുന്നത്. ഹംസ പാരാവത പ്രാതേ
തത്ര തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനേ സ്വാൻ അതിരൂഹ്യ അതിരൂഹ്യ ച. അതായത് ഹംസം അറിയാലോ, അരയന്നങ്ങൾ, പാരാവതം, മാടപ്രാവുകൾ ഇവയാൽ വ്രാതേ ചുറ്റപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ കൂട്ടമായിട്ട് ഇരിക്കണ്ടായിരുന്നു എന്ന്. ഈ കൊട്ടാരത്തിനുള്ളിലെ അരയന്നങ്ങളും മാടപ്രാവുകളും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇരുന്നിട്ട് തത്ര തത്ര അവിടെയും ഇവിടെയും ഇരുന്ന് നികൂചിതം ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്ന്. അപ്പോൾ മാടപ്രാവുകളുടെ കുറുകലും അരയന്നങ്ങളുടെ ശബ്ദമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേൾക്കാമായിരുന്നു. ഇനി അത് യഥാർത്ഥത്തിലുള്ളത്, ഇനി അവിടെ കൃത്രിമാൻ മന്യമാൻ സ്വാൻ, മന്യമാനേ സ്വാൻ എന്ന് വെച്ചാൽ കൃത്രിമമായി ഉണ്ടാക്കിയ എന്നാൽ സ്വാൻ യഥാർത്ഥത്തിലുള്ളതാണെന്ന് മന്യമാനി തോന്നുന്ന വിധത്തിലുള്ള പ്രതിമകളെയും അരയന്നങ്ങളുടെയും ആടപ്രാവുകളുടെയൊക്കെ പ്രതിമകളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിരൂഹ്യ അതിരൂഹ്യ ച അതിൻ്റെ അടുത്ത് വന്നിരുന്ന് ആവർത്തിച്ച് യഥാർത്ഥത്തിലുള്ള അരയന്നങ്ങളും ആടപ്രാവുകളും ശബ്ദം ഉണ്ടാക്കി. കാരണം അവർക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു മാടപ്രാവ് തന്നെയാണെന്നും ശരിക്കും ഒരു അരയന്നൻ തന്നെയാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഇണകളെ പോലെ ഒരുമിച്ചിരുന്ന് ശബ്ദമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാടപ്രാവുകളും അരയന്നങ്ങളും കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശരിക്കും യഥാർത്ഥത്തിലുള്ളതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അരയന്നങ്ങളുടെ അടുത്തും മാടപ്രാവുകളുടെ അടുത്തൊക്കെ വന്നിരുന്നിട്ട് അവരും പിന്നെയും ആവർത്തിച്ച് ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ശബ്ദങ്ങളും ആ കൊട്ടാരത്തിനുള്ളിൽ ഇങ്ങനെ കേൾക്കാമെന്ന്. ശ്ലോകം 21. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാചിരേ യഥോപജോഷം രചിതൈ വിസ്മാപനം ഇവ ആത്മനഃ. അതായത് വിഹാരസ്ഥാനം, ഇനി അതുമാത്രമല്ല ഉല്ലസിക്കാനും തമാശകളൊക്കെ പറഞ്ഞിരിക്കാനും വിനോദത്തിനൊക്കെ ആയിട്ടുള്ള മൈതാനങ്ങൾ, അതാണ് വിഹാരസ്ഥാനം. വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, സംവേശ ശയനമുറികൾ, പ്രാങ്കണ അകമുറ്റം, അകത്തളം എന്നൊക്കെ പറയില്ലേ നമ്മൾ, മുറ്റം, അജിരെ പുറംമുറ്റം, ഇതൊക്കെ ഉണ്ടായിരുന്നു ആ വിമാനത്തിലെന്ന്. വിമാനത്തിനകത്തും മുറ്റം, പുറത്തും മുറ്റം, പിന്നെ വിശ്രമ സ്ഥലങ്ങൾ, റൂമുറികൾ, ശയനമുറികൾ, പിന്നെ എന്താ പറയുക ഉല്ലാസത്തിനും വിനോദത്തിനൊക്കെ ആയിട്ടുള്ള മൈതാനങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ യഥോപജോഷം എല്ലാ സുഖസൗകര്യങ്ങളും രചിക്കപ്പെട്ട രീതിയിൽ, അതായത് രൂപകൽപ്പന ചെയ്യപ്പെട്ട രീതിയിൽ തയ്യാറാക്കിയ ആ വിമാനം കണ്ടിട്ട് ആത്മന അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള കർദമ മഹർഷിക്ക് വിസ്മാപനം ഇവ അദ്ദേഹത്തിന് പോലും അത്ഭുതം തോന്നിയെന്ന്, അദ്ദേഹം പോലും വിസ്മരിച്ചു നിന്നു. അതായത് അത്യത്ഭുതകരമായ ആ വിമാനം ഇങ്ങനെ സജ്ജമാക്കി നിർത്തിയപ്പോൾ അതിനെ സൃഷ്ടിച്ച കർദമ മഹർഷി പോലും അത്ഭുതപ്പെട്ടു നിന്ന് പോയി. അത്രയ്ക്കും അത്ഭുതകരമായിരുന്നു ആ വിമാനത്തിൻ്റെ സൃഷ്ടി, അത്രയ്ക്കും മനോഹരമായിരുന്നു ആ വിമാനം എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 22. ഈദൃഗൃഹം തത് പശ്യന്തി ന അതിപ്രീതേന ചേതസ സർവഭൂത ആശയ അഭിജ്ഞ പ്രാവോജത് കർദമ സ്വയം. കർദമ മഹർഷി ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആ വിമാനത്തെയൊക്കെ നോക്കിയിട്ട് അതിനുശേഷം ദേവഹൂതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേവഹൂതിക്ക് വലിയ അത്ഭുതമൊന്നുമില്ലാത്ത രീതിയിലാണ് നിന്നിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്രകാരമുള്ള ഗൃഹം, ആ ഭവനം, അത് പശ്യന്തി കണ്ടിട്ട് ന അതിപ്രീതേന അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ലാത്ത ചേതസ മനസ്സോടുകൂടി നിൽക്കുന്ന സ്വന്തം ഭാര്യയായ ദേവഹൂതിയെ കണ്ടിട്ട് സർവഭൂത ആശയ അഭിജ്ഞ എല്ലാ ചരാചരങ്ങളുടെയും മനസ്സിലുള്ള ആഗ്രഹത്തെ ശരിയായി അറിയാൻ കഴിയുന്ന യോഗീവര്യനായ കർദമ മഹർഷി സ്വയം പ്രാവോചത് അവളോട് ഇപ്രകാരം പറഞ്ഞു വന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട ആ വിമാനത്തെ കണ്ടു. എന്നിട്ട് അത്രയും സന്തോഷമാകും ദേവഹൂതിക്ക് എന്ന് കരുതിയിട്ട് ദേവഹൂതിയെ നോക്കിയപ്പോൾ ആ വിമാനം അത്രയും മനോഹരമായ ഭവനം കണ്ടിട്ടും അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ലാത്ത മനസ്സോടുകൂടി നിൽക്കുന്ന ദേവഹൂതിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് ആ പറയുന്നത് സർവഭൂത ആശയ അഭിജ്ഞ. എല്ലാ ചരാചരങ്ങളും അവർ തുറന്നു പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ചിന്ത എന്താണെന്ന് ഒരു മനസ്സിലാക്കാൻ കഴിവുള്ള യോഗീശ്വരനാണ്, മഹായോഗിയാണ് കർദമ മഹർഷി. അപ്പോൾ ദേവഹൂതി ഒന്നും പറഞ്ഞില്ല, ആ മുഖത്ത് വലിയ പ്രസന്നതയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ദേവഹൂതിയുടെ ഉള്ളിൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ കർദമ മഹർഷി അവളോട് ഇപ്രകാരം പറഞ്ഞു. അതായത് വിമാനം എല്ലാം അത്യധികം ആർഭാടവും മനോഹരവുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ദേവഹൂതി സ്വയം ഒന്ന് നോക്കി,
മെലിഞ്ഞ് ക്ഷീണിച്ച് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളും ധരിച്ച്, അതായത് കൊട്ടാരത്തിൽ നിന്ന് പോന്ന് ഈ ആശ്രമത്തിൽ വളരെ സുഖമായിട്ടുള്ളൊരു ജീവിതമല്ലല്ലോ. അധ്വാനിച്ച് ദേവരെ അവർക്ക് വേണ്ട ഒരു ഹോമം ചെയ്യാൻ വേണ്ട, പൂജ ചെയ്യാൻ വേണ്ടതായ കാര്യങ്ങളൊക്കെ ഒരുക്കി മഹർഷിയെ പരിചരിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വന്തം ശരീരം നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായി ദേവഹൂതിക്ക്. അപ്പോൾ അത്രയും വലിയൊരു രാജകുമാരിയായിരുന്ന ദേവഹൂതി ഇപ്പോൾ ക്ഷീണിച്ച് മെലിഞ്ഞ് ദുർബലയായി, മുടിയൊക്കെ ജട പിടിച്ച് മുഷിഞ്ഞ് അഴുക്ക് പിടിച്ച വസ്ത്രം ധരിച്ച് അത്രയ്ക്കും കോലം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേവഹൂതിയുടെ മനസ്സിൽ ഞാൻ ഈ കോലത്തിലാണോ, ഞാൻ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലാണോ ഞാൻ ഇനി ആ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നത് എന്നൊരു വിഷമത്തോടു കൂടിയാണ് ദേവഹൂതി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ വിമാനം കണ്ടിട്ടും ദേവഹൂതിക്ക് വലിയ സന്തോഷമൊന്നുമില്ലാതെ നിന്നിരുന്നത്. അപ്പോൾ അത് പറയാതെ തന്നെ അവളുടെ മനസ്സിൽ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, ശ്ലോകം 23, നിമജ്യ അസ്മിൻ ഹൃദേ ഭീരു വിമാനം ഇതം ആരൂഹ ഇതം ശുക്ലകൃതം തീർത്ഥമാശിഷാം യാപകം നൃണാം. അതായത് അസ്മിൻ ഹൃദയ, ഹേ ഭീരു, ഭീരു എന്ന് വിളിച്ച പേടിയുള്ളവളെ എന്നുള്ള അർത്ഥത്തിലല്ല, അത്രയ്ക്കും ദുർബലയായവളെ എന്നാണ് അർത്ഥം. അതാണ് ഭീരു എന്ന് വിളിക്കുന്നത്. അത്രയ്ക്കും ദുർബലയായവളെ ദേവഹൂതി, അസ്മിൻ ഹൃദയ, ഈ കാണുന്ന ബിന്ദു സരസ് എന്ന തടാകത്തിൽ നിമഞ്ച്യ എന്ന് വെച്ചാൽ സ്നാനം ചെയ്തിട്ട് വിമാനം ഇതം ആരൂഹ, ഈ വിമാനത്തിലേക്ക് നീ കയറൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ആശ്രമം നിൽക്കുന്നത് അറിയാലോ, ബിന്ദു സരസിൻ്റെ പ്രത്യേകത നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഭഗവാന്റെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീറിട്ടിട്ട് വീണ തടാകമാണ് ബിന്ദു സരസ്, അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ ബിന്ദു സരസ് എന്ന തടാകത്തിലേക്ക് ഒന്നിറങ്ങിയിട്ട് ഒന്ന് സ്നാനം ചെയ്തിട്ട് നീ ഈ വിമാനത്തിലേക്ക് കയറൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതം ശുക്ലകൃതം, അതായത് ഇതം, ഈ ബിന്ദു സരസ് എന്ന തടാകം ശുക്ലകൃതം, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണിത്. അതുകൊണ്ട് തന്നെ തീർത്ഥം അത്രയ്ക്കും പുണ്യതീർത്ഥമാണ് അതിലെ ഓരോ ജലത്തുള്ളികളും. ആയതിനാൽ നൃണാം മനുഷ്യരുടെ വ്യാപകം ആശിഷ, എല്ലാ ആഗ്രഹങ്ങളും അത് സാധിച്ചു തരും എന്ന്. അപ്പോൾ നീ ആദ്യം തന്നെ ദേവഹൂതി ആ ബിന്ദു സരസിൽ ഒന്ന് സ്നാനം ചെയ്തിട്ട് വിമാനത്തിലേക്ക് കയറും. ഈ ബിന്ദു സരസ് എന്ന പുണ്യ തടാകം ഇത് ഭഗവാൻ സൃഷ്ടിച്ചതാണ്. ഇതിൽ സ്നാനം ചെയ്താൽ ഏതൊരു മനുഷ്യൻ്റെയും എല്ലാ ആഗ്രഹങ്ങളും അവിടെ സാധിച്ചു കിട്ടും. അപ്പം അതുകൊണ്ട് ബിന്ദു സരസിൽ ഒന്ന് സ്നാനം ചെയ്തിട്ട് വിമാനത്തിലേക്ക് കയറാനാണ് അദ്ദേഹം പറഞ്ഞത്. ശ്ലോകം 24, സാ തത് ഭർത്തു സമാധായ വച കുവലയേക്ഷണ സരജം വിപ്രതി വാസഹ വേണീഭൂതാശ്ച മൂർധജാൻ. സഹ, അവള്, ആ ദേവഹൂതി, തത് ഭർത്തു സമാധായ, തൻ്റെ ഭർത്താവ് പറഞ്ഞ വചഹ, വാക്കുകളെ സമാധായ എന്ന് വെച്ചാൽ ഉൾക്കൊണ്ടുവന്നു, സ്വീകരിച്ചിട്ട്, കുവലയേക്ഷണ, താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ള ആ ദേവഹൂതി തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകൾ സ്വീകരിച്ചു. അപ്പം എന്തിനാ ഞാൻ ഇതിന് സ്നാനം ചെയ്യാൻ പോണേ എന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് അതുപോലെ അങ്ങ് അനുസരിച്ചിട്ട് സരജം, രജം കേട്ടോ, സാരജം എന്ന് വെച്ചാൽ എന്താ, അഴുക്കു പിടിച്ചത്, രജം വൃത്തിഹീനമായ, ബിഭ്രതി വാസഹ വസ്ത്രം ധരിച്ച, ബിഭ്രതി എന്ന് വെച്ചാൽ ധരിച്ച, അഴുക്ക് പിടിച്ച മലിനമായ വസ്ത്രം ധരിച്ചിരിക്കുന്ന, വേണീഭൂതാംശ്ച മൂർധജാൻ, ജട പിടിച്ചിട്ടുള്ള മൂർധജാൻ, തലമുടിയോടുകൂടി നിൽക്കുന്ന. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ 25ൻ്റെ കൂടി വരണം, അർത്ഥം കൂടി വരണം. ആ 2 ശ്ലോകങ്ങളും 24, 25 ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുന്നത്. ശ്ലോകം 25, അംഗം ച മലപങ്കേന സംചന്നം ശബളസ്തനം ആവിവേശ സരസ്വത്യാസര ശിവജലാശയം. അപ്പോൾ ആ ദേവഹൂതി തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകളെ അത് സ്വീകരിച്ചിട്ട്, എങ്ങനെയുള്ള ദേവഹൂതിയായിരുന്നു അവിടെ നിന്നിരുന്നത്, അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച്, മുടിയൊക്കെ ജട പിടിച്ച്, മുടിയൊന്നും ഒതുക്കാൻ പോലും സമയമില്ല, അതൊക്കെ സന്യാസിമാരെ പോലെ ജട പിടിച്ച മുടിയോടുകൂടിയ, മലഭംഗേന സംചന്നം, അതായത് അഴുക്കുകൊണ്ട് സംചന്നം, മൂടപ്പെട്ട, ശബളസ്തനം, നിറം മങ്ങിയ സ്തനങ്ങളോടുകൂടിയ അംഗം, അങ്ങനെയുള്ള ശരീരമുള്ള ആ ദേവഹൂതി സരസ്വതി നദിയുടെ സരഹ, ആ തടാകത്തിലേക്ക്, ശിവജലാശയം, മംഗളകരമായ അത്യധികം പരിശുദ്ധമായ തടാകത്തിലേക്ക് ആവിവേശ, പ്രവേശിച്ചു.
അപ്പോൾ തൻ്റെ ഭർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ സ്വീകരിച്ചിട്ട് ആ അഴുക്ക് പിടിച്ച മലിന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്ന ശരീരമാകെ അഴുക്കുകളാൽ മൂടപ്പെട്ട നിറമങ്ങിയ സ്ഥലങ്ങളോടുകൂടിയ ശരീരത്തോടു കൂടി നിൽക്കുന്ന ആ ദേവഹൂതി അങ്ങനെ അത്യധികം പുണ്യതീർത്ഥമായ ആ ബിന്ദു സരസ് എന്ന തടാകത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ദേവഹൂതി കാണാൻ പോകുന്നത് ശരിക്കും ഒരു അത്ഭുതമായിരിക്കും കേട്ടോ. അതാണ് ശ്ലോകം 26 സാ അന്തസരസി വേശ്മസ്ത ശതാനിദശ കന്യക സർവാ കിശോരവയസ ദദർശ ഉത്പല ഗന്ധയ. സഹ ആ ദേവഹൂതി അന്തസരസി ആ സരസിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിയപ്പോൾ, അതായത് സ്നാനം ചെയ്യാനായിട്ട് ഇങ്ങനെ മുങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ കണ്ടതെന്ന് വെച്ചാൽ വേശ്മസ്ത കുറേ നിരവധി ഭവനങ്ങൾ, കൊട്ടാരം പോലെയുള്ള കൊച്ചു കൊച്ചു വീടുകൾ, അതിൽ ദശശതാനി, 100 അപ്പോൾ അത് 1000, 10 × 100 എന്നർത്ഥത്തിൽ 1000 കന്യക, ഗന്ധർവ കന്യകമാരെ അവർ വസിക്കുന്ന കൊട്ടാരങ്ങൾ, ആ കൊട്ടാരത്തിനകത്ത് 1000 കന്യകമാരെയും കണ്ടു. സർവ കിശോര വയസ്സ, സർവ അവർക്കെല്ലാവർക്കും കിശോര വയസ്സാന്ന് വെച്ചാൽ കൗമാരപ്രായമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ദദർശ ഉത്പലഗന്ധയ, ഉത്പലഗന്ധയ അവരുടെ ശരീരത്തിൽ നിന്നും താമരപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കന്യകമാരെ ആ ബിന്ദു സരസിൻ്റെ ഉള്ളിൽ വെച്ച് ദേവഹൂതി ദദർശ കണ്ടു എന്ന്. അപ്പോൾ സ്നാനം ചെയ്യാനായി ദേവഹൂതി ഇങ്ങനെ മുങ്ങിയപ്പോൾ, ആ ബിന്ദു സരസിലൊന്ന് മുങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ സരസിൻ്റെ ഉള്ളിലെ അന്തർഭാഗത്തായിട്ട് കൊട്ടാരങ്ങൾ, ഓരോരോ ഭവനങ്ങളിലായി 1000കണക്കിന് കന്യകമാര്, ഗന്ധർവസുന്ദരിമാര്, അവർക്കെല്ലാവർക്കും കൗമാരപ്രായക്കാരാണ്. അവരുടെ ശരീരത്തിൽ നിന്നും താമരപ്പൂവിൻ്റെ ഗന്ധമാണ് വന്നിരുന്നത് എന്ന്. അവരെ അങ്ങനെയുള്ള കന്യകമാരെ ദേവഹൂതി കണ്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടു ദേവഹൂതി. ശ്ലോകം 27 താം ദൃഷ്ട്വാ സഹസ ഉത്ഥായ പ്രോജു പ്രാഞ്ജലഃ സ്ത്രീയഃ വയം കർമ്മകരീം സ്തുഭ്യം ശാദി ന കരവാമ കിം. താം ആ ദേവഹൂതിയെ ദൃഷ്ട കണ്ടിട്ട് സഹസ പെട്ടെന്ന് തന്നെ ഉത്തായ എഴുന്നേറ്റ് നിന്ന് പ്രാഞ്ജലയ സ്ത്രീയഃ കൈകൾ കൂപ്പി ആ കന്യകമാർ പ്രോജു ദേവഹൂതിയോട് പറഞ്ഞു. ദേവഹൂതിയെ കണ്ട വഴിക്ക് ആ കന്യകമാർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൂപ്പിയിട്ട് ദേവഹൂതിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കർമ്മകരി, കർമ്മകരി എന്ന് വെച്ചാൽ കന്യകമാരായിട്ടുള്ള പരിചാരികമാരായിട്ടുള്ള വയം, ഞങ്ങൾ കരവാമിക്കും തുഭ്യം, തുഭ്യം എന്ന് വെച്ചാൽ ഭവതിക്ക് കരവാമയ്ക്കും എന്താണ് ചെയ്തു തരേണ്ടത്? ഷാദി നഹ ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ആ കന്യകമാര് ദേവഹൂതിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൂപ്പി തൊഴുത് ദേവഹൂതിയോട് പറയുകയാണ്, അവിടുത്തെ ഭവതിയുടെ ദാസിമാര്, പരിചാരികമാരാണ് ഞങ്ങളൊക്കെ, ഈ 1000 കന്യകമാര്, ഞങ്ങൾ ഭവതിക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. ശ്ലോകം 28, 29 ഒരുമിച്ച്. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. സ്നാനേന താം മഹാർഹേണ സ്നാപയിത്വാ മനസ്വിനി ദുഗൂലേ നിർമ്മലേ നൂതനെ ദദുഹു അസ്യൈച്ച മാനദ, ദദുഹു അസ്യൈച്ച മാനദ. ഇനി 29 ഭൂഷണാനി പരാർദ്യാനി വരീയാംസി ദ്യുമന്തി ച അന്നം സർവഗുണോഭേദം പാനം ച ഏവ അമൃതാസവം. അപ്പം സ്നാനേന താം ആ ദേവഹൂതിയെ മഹാർഹേന, അതായത് നല്ല വിലപിടിപ്പുള്ള, സ്നാനേന അമൂല്യമായ നല്ല വിലപിടിപ്പുള്ള നല്ല ഗന്ധം പരത്തുന്ന എണ്ണ പുരട്ടിയിട്ട് സ്നാപയിത്വ മനസ്വിനി, മനസ്വിനി എന്ന് വെച്ചാൽ അത്രയ്ക്ക് പതിവ്രതയായ ആ ദേവഹൂതിയെ ആ കന്യകമാരെ അമൂല്യമായ നല്ല ഗന്ധമുള്ള എണ്ണ തൈലം നീര് പുരട്ടിയിട്ട് സ്നാപയിത്വ അവളെ കുളിപ്പിച്ചു. അതുകൂടാതെ ദുഗൂലെ, ദുഗൂലെ എന്ന് വെച്ചാൽ പട്ടുവസ്ത്രം, നിർമ്മലെ മനോഹരമായിട്ടുള്ള, നൂതനെ വളരെ പുതിയതായിട്ടുള്ള പട്ടുവസ്ത്രം ദുദുഹു അവൾക്ക് നൽകി. അസ്യയിച്ച, അസ്യയിച്ച അവൾക്കായിട്ട്, മാനദഹ അതായത് എന്താ പറയുക, മാനദഹ എന്ന് വെച്ചാൽ ബഹുമാന്യകളായിട്ടുള്ള ആ പെൺകുട്ടികൾ, ആ കന്യകമാര് നല്ല വിലപിടിപ്പുള്ള പുതിയ പട്ടുവസ്ത്രം. അപ്പോൾ ആദ്യം അവളെ തൈലം തേച്ച്, സുഗന്ധം പരത്തുന്ന തൈലം തേച്ച് കുളിപ്പിച്ചു. പട്ടുവസ്ത്രങ്ങളും ആ കന്യകമാർ അവൾക്ക് നൽകി. ശ്ലോകം 29 ഭൂഷണാനി ആഭരണങ്ങൾ, അതിൻ്റെ പ്രത്യേകത പര്യർത്താനി നല്ല വിലപിടിപ്പുള്ള, വരീയാംസി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, ദ്യുമന്തി നല്ല തിളങ്ങുന്ന ആഭരണങ്ങളും അവൾക്ക് കൊടുത്തു. അന്നം
അന്നം സർവഗുണോപേതം, എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഭക്ഷണവും നൽകി. പാനം ചൈവ അമൃതാസവം, അതായത് അമൃത തുല്യമായ മധുരതരമായ പാനവും ജലവും അവൾക്ക്, പാനീയവും അവൾക്ക് കുടിക്കാൻ നൽകി. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഭക്ഷണവും അവൾക്ക് നൽകി. അപ്പോൾ ദേവഹൂതിയെ കണ്ട മാത്രയിൽ ആ കന്യാകുമാർ കൈകൾ കൂപ്പി തൊഴുത് അവിടത്തേക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ച് സുഗന്ധം പരത്തുന്ന തൈലം തേച്ച് അവളെ കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങൾ നൽകി, നല്ല ഭക്ഷണം നൽകി, അമൃത പോലെ മധുരതരമായ പാനീയം നൽകി, വളരെ തിളക്കമാർന്ന ആഭരണങ്ങളും അവൾക്ക് നൽകി. ശ്ലോകം 30. അധാദർശ്യേ സ്വാത്മാനം സൃഗിണം വിരജ അംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭി ബഹുമാനിതം. അതാ പിന്നീട് ആദർശി. അപ്പോൾ ഇത്രയൊക്കെ കിട്ടിയപ്പോൾ, ഇതെല്ലാം അണിഞ്ഞിങ്ങനെ ഇതെല്ലാം കിട്ടിയപ്പോൾ ദേവഹൂതി സ്വാത്മാനം എന്ന് വെച്ചാൽ തൻ്റെ രൂപത്തെ, ആ പ്രതിബിംബത്തെ ദദർശെ, ഒരു കണ്ണാടിയിൽ, ഇതൊക്കെ നടക്കുന്ന ബിന്ദുസരസിൻ്റെ ഉള്ളിൽ വെച്ചാണ് കേട്ടോ. ആ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നല്ല പട്ടുവസ്ത്രമൊക്കെ ഇട്ട് കുളിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാം തികഞ്ഞു നിൽക്കുന്ന, സുന്ദരിയായി നിൽക്കുന്ന തൻ്റെ ആ രൂപത്തെ കണ്ണാടിയിൽ കണ്ടപ്പോൾ സ്രഗ്വിണം എന്ന് വെച്ചാൽ പുഷ്പങ്ങൾ കൊണ്ട് മനോഹരമായ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളുടെ മാലയിട്ടിട്ട്, വിരജ അംബരം, വിരജം എന്ന് വെച്ചാൽ മാലിന്യം പോയ, അതായത് മാലിന്യമുക്തമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. വിരജം കൃതസ്വസ്ത്യയനം, അതായത് അഴുക്കുകളൊക്കെ കഴുകിക്കളയപ്പെട്ട മാലിന്യമുക്തമായിട്ടുള്ള കൃതസ്വസ്ത്യയനം, മംഗളകരമായ വസ്തുക്കളാൽ അലങ്കരിക്കപ്പെട്ട് നിൽക്കുന്ന, അതുമാത്രമല്ല ബഹുമാനിതം, വളരെ ബഹുമാനപൂർവ്വം തന്നെ സേവിക്കാനായി നിൽക്കുന്ന കന്യാഭിഹി, കന്യകമാരാൽ ചുറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന തന്നെയാണ് ദേവഹൂതി ആ കണ്ണാടിയിൽ കാണുന്നത് എന്ന്. അപ്പോൾ അതിതൊക്കെ ആഭരണം എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ണാടിയിൽ ദേവഹൂതിയുടെ പ്രതിബിംബത്തെ, രൂപത്തെ കാണുമ്പോൾ അത് നല്ല മനോഹരമായ പുഷ്പഹാരങ്ങൾ ചാർത്തി, പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ്, മാലിന്യമുക്തമായ പല അലങ്കാര വസ്തുക്കൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിട്ട്, അതുപോലെ ബഹുമാനപൂർവ്വം തന്നെ സേവിക്കാൻ നിൽക്കുന്ന 1000 കന്യകമാരാൽ ചുറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന തന്നെയാണ് ദേവഹൂതി ആ കണ്ണാടിയിൽ കണ്ടത്. അതുമാത്രമല്ല, ആ കണ്ട രൂപത്തിന് ഇനിയുണ്ട് പ്രത്യേകത. സ്നാദം കൃതശിരഃ സ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കുജത് കാഞ്ചന നൂപുരം. അപ്പം സ്നാദം, കുളി കഴിഞ്ഞു. കൃതശിര സ്നാനം, അതായത് തല അടക്കം, ശിരസ്സടക്കം നനയ്ക്കുന്ന രീതിയിലായിരുന്നു കുളിച്ചത്. അല്ലാതെ മേല് കഴുകുക മാത്രമല്ല, ശിരസ് ഉൾപ്പെടെ കുളി കഴിഞ്ഞിട്ട് സർവാഭരണഭൂഷിതം, സകലവിധ ആഭരണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട്, നിഷ്കഗ്രീവം, അതായത് ചിത്രപതക്കം പോലെയുള്ള പതക്കം, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ചിത്രപതക്കം പോലെയുള്ള കണ്ടാഭരണം ചാർത്തിയിട്ട്, വലയിനം, വളകൾ അണിഞ്ഞ്, കുജത് കാഞ്ചന നൂപുരം, അതായത് കിലുങ്ങുന്ന സ്വർണ്ണ പാദസരം കാലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിബിംബത്തെ ദേവഹൂതി തന്നെ കാണുന്ന രൂപം ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുടിയടക്കം ശിരസാക് നനയുന്ന രീതിയിൽ കുളിച്ച് സർവാഭരണ വിഭൂഷിതയായി, അതിൽ ചിത്രപതക്കം കഴുത്തിലുണ്ട്, വളകളുണ്ട്, സ്വർണത്തിൻ്റെ കിലുങ്ങുന്ന പാദസരം കാലിൽ കിടക്കുന്നു. ഇനി ശ്ലോകം 32. ശ്രോണ്യ അധ്യസ്ഥയ ശ്രോണ്യോ അധ്യസ്ഥയ കാഞ്ചന്യ ബഹുരത്നയ ഹാരേണ ച മഹാർഷേണ രുചകേന ച ഭൂഷിതം. ശ്രോണ്യ, അരക്കെട്ടില്, അധ്യസ്ഥയ, ധരിച്ചിരിക്കുന്നു, കാഞ്ചിയ, അരഞ്ഞാണം, കാഞ്ചന്യ, സ്വർണം കൊണ്ട് നിർമ്മിച്ചത്, ബഹുരത്നയ, ധാരാളം രത്നം പതിപ്പിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച അരഞ്ഞാണം അരക്കെട്ടിൽ കെട്ടിയിരിക്കുന്നു. ഇനി ഹാരേണ, മാലകൾ, മഹാർഷേണ, വിലപിടിപ്പുള്ള മാലകൾ അണിഞ്ഞിരിക്കുന്നു. രുചകേന ച ഭൂഷിതം, മംഗളകരമായ പല വസ്തുക്കളാലും അങ്ങനെ ഭൂഷിതം, അലങ്കരിക്കപ്പെട്ട് നിൽക്കുക എന്ന തൻ്റെ രൂപത്തെയാണ്, പ്രതിബിംബത്തെയാണ് ദേവഹൂതി ആ കണ്ണാടിയിൽ കണ്ടത്. അത് അപ്പം അത്രയും നേരം അവളുടെ മനസ്സിലൊരു പ്രണയഭാവം ഉണ്ടായിരുന്നില്ല. ആ സന്യാസ ജീവിതത്തിൻ്റെതായ ഒരു വിരക്തിയുമൊക്കെ ആയിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്വന്തം രൂപവും അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ മാത്രമുള്ള സാഹചര്യം ഒന്നും അവിടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്വന്തം രൂപം ഇത്ര ആ പഴയ രീതിയിൽ, അന്ന് രാജകുമാരിയായിരുന്ന, മനുപുത്രിയായിട്ട് രാജകുമാരിയായിരുന്ന അതേ ഭംഗിയോടും കാന്തിയോടും കൂടി സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന തൻ്റെ രൂപം ആ കണ്ണാടിയിൽ കണ്ടപ്പോൾ
കണ്ട മാത്രയിൽ പെട്ടെന്ന് അവൾക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള കർദമ മഹർഷിയെ ഓർമ്മ വന്നിട്ട് മഹർഷിയോടുള്ള അനുരാഗം വീണ്ടും മനസ്സിലേക്ക് വന്നു. അതാണ് പറയുന്നത് ശ്ലോകം 33. സുദതാ സുഭ്രുവാ ശ്ലക്ഷ്ണ സ്നിഗ്ധാഭാംഗേന ചക്ഷുഷ പത്മകോശാസ്പൃത നീലേ അളകൈശ്ച ലസത്മുഖം. അപ്പോൾ സുദത മനോഹരമായ പല്ലുകൾ, സുഭ്രുവ സുന്ദരമായ കൺപുരികങ്ങൾ, ശ്ലക്ഷ്ണം എന്ന് വെച്ചാൽ മനോഹരമായത്, സ്നിഗ്ധം എന്നാൽ ആർദ്രമായ, അഭാംഗേന കടക്കൺ നോട്ടവും, ചക്ഷുഷ കണ്ണുകളുടെ പ്രത്യേകത പത്മകോശാസ്പൃത താമരപ്പൂവിനെ പോലും തോൽപ്പിച്ച് കളയുന്ന കണ്ണുകൾ, പിന്നെ നീലേ അളകൈശ്ച കറുത്ത ചുരുണ്ട മുടിയും, ഇവയാൽ ലസത്മുഖം തിളപ്രകാശിക്കുന്ന മുഖവും. അങ്ങനെയായിരുന്നു അവൾ കണ്ട രൂപം. മനോഹരമായ പല്ല്, പുരികങ്ങൾ, അതുപോലെ ആർദ്രമായ കണ്ണുകളുടെ നോട്ടം, പിന്നെ ആ കണ്ണുകൾ താമരപ്പൂവിനെ പോലും തോൽപ്പിക്കുന്ന കണ്ണുകളായിരുന്നു. പിന്നെ കറുത്ത ചുരുണ്ട മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്ന, അങ്ങനെ പ്രകാശിക്കുന്ന മുഖവും. ആ മുഖത്തെയാണ് അവൾ കണ്ണാടിയിൽ, ദേവഹൂതി ആ കണ്ണാടിയിൽ കണ്ടത്. ശ്ലോകം 34. യഥാ സംസ്മാര ഋഷഭം ഋഷീണാം ദൈതം പതിം തത്ര ചാസ്തേ സഹ സ്ത്രീഭിഹി യാത്രാസ്തേ സ പ്രജാപതി. അപ്പോൾ യഥാ സംസ്മാരേ എപ്പോഴാണോ സ്മരിക്കുന്നത്, ഋഷഭം ഋഷീണ മഹർഷിമാരിൽ അഗ്രഗണ്യനായിട്ടുള്ള ദൈതം പതിയും തൻ്റെ പതിയായിട്ടുള്ള കർദമ മഹർഷിയെ ദേവഹൂതി എപ്പോഴാണോ മനസ്സിൽ സ്മരിക്കുന്നത്, സഹ പ്രജാപതി ആ പ്രജാപതി എത്ര ആസ്തേ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഈ ബിന്ദുസരസിൻ്റെ പുറത്ത് ആശ്രമത്തിൻ്റെ പരിസരത്തിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. ആ എത്ര ആസ്തേ അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത്, തത്ര അവിടെ സഹ സ്ത്രീഭിഹി തന്നെ പരിചരിക്കുന്ന ഈ 1000 കന്യകമാരോട് കൂടി തന്നെ ആസ്തേ ദേവഹൂതി എത്തപ്പെട്ടു വന്നു. അപ്പോൾ അത്രയും മനോഹരമായ തൻ്റെ ആ പഴയ സൗന്ദര്യവും കാന്തിയും ഒക്കെ തിരിച്ചു കിട്ടിയത് കണ്ടിട്ട്, ആ രൂപത്തെ കണ്ടപ്പോൾ ദേവഹൂതിയുടെ ഉള്ളിൽ വീണ്ടും ആ ഒരു പ്രണയം. അപ്പോൾ ആദ്യം ഭർത്താവിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഭർത്താവിനെ അങ്ങ് സ്മരിച്ച മാത്രയിൽ അദ്ദേഹം ആ മഹർഷിമാരിൽ അഗ്രഗണ്യനായ പ്രജാപതിയായിട്ടുള്ള കർദമ മഹർഷിയെ മനസ്സിൽ സ്മരിച്ച മാത്രയിൽ അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത്, ആ ബിന്ദു സരസിന് പുറത്തായിട്ട് ആശ്രമ പരിസരത്ത്, അവിടേക്ക് ദേവഹൂതി തൻ്റെ സേവകരായിട്ടുള്ള കന്യകമാരോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന്. അപ്പം മനസ്സിൽ ആഗ്രഹിച്ചതും അവിടേക്ക് എത്തി. മനസ്സിലായോ? അവൾ പറയേണ്ട ദേവഹൂതി ഭർത്താവിനെ മനസ്സിൽ സ്മരിച്ചതും അവിടേക്ക് എത്തി. അപ്പോൾ ഈ വിമാനത്തെ സൃഷ്ടിച്ചതും ബിന്ദുസരസിൽ ഇറങ്ങിയപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതും ഇത്രമാത്രം മനോഹരമായ അവൾ എന്താണോ എങ്ങനെ ആവാനാണോ ആഗ്രഹിച്ചത് അതേപോലെ അലങ്കരിക്കപ്പെട്ടതും, അപ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ ഓർത്ത മാത്രയിൽ ആ നിമിഷം തന്നെ ഈ കന്യകമാരാൽ ചുറ്റപ്പെട്ട താൻ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയതും എല്ലാം ആ യോഗീവര്യൻ്റെ യോഗമായ ശക്തിയാണെന്ന് ദേവഹൂതിക്ക് മനസ്സിലായി. അതാണ് ശ്ലോകം 35. ഭർത്തു പുരസ്താദാത്മാനം സ്ത്രീഹി സഹസ്രവൃതം തഥാ നിശമ്യ തത് യോഗഗതിം സംശയം പ്രത്യപദ്യത. ഭർത്തു പുരസ്താദ് തൻ്റെ ഭർത്താവായ കർദമ മഹർഷിയുടെ പുരസ്താദ് മുന്നിൽ ആത്മാനം തന്നെ സ്ത്രീ സഹസ്രവൃതം 1000 കന്യകമാരാൽ ചുറ്റപ്പെട്ടിട്ട് താൻ തൻ്റെ ഭർത്താവായ കർദമ മഹർഷിയുടെ മുന്നിൽ നിശമ്യ നിൽക്കുന്നത് കണ്ടിട്ട് തത് യോഗഗതിയും അദ്ദേഹത്തിൻ്റെ ആ യോഗമായ ശക്തി വൈഭവത്തെ സംശയം പ്രതിപദ്യത അത് മനസ്സിലാക്കിയിട്ട് അവൾ അത്ഭുതപ്പെട്ട് നിന്നുപോയി. ഇത്രയും കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്ന് അറിയാതെ അവൾ അത്ഭുതപ്പെട്ട് നിന്നുപോയെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആ കന്യകമാരാൽ ചുറ്റപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തപ്പെട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത്രയ്ക്കും യോഗമായ ശക്തി, അദ്ദേഹത്തിന് ഇത്രയ്ക്കും ആയാശക്തി കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ അത്ഭുതപ്പെട്ട് നിന്നുപോയി. ശ്ലോകം 36, 37 ഒരുമിച്ച്. സാതാം കൃതമലസ്നാനം വിപ്രാജതീം അപൂർവവത്ത് ആത്മനോ വിപ്രതീം രൂപം സംവീത രുചിരസ്തനീം വിദ്യാധരീ സഹസ്രേണ സേവ്യമാനാം സുവാസസം ജാതഭാവഃ വിമാനം തത് ആരോഹയത് അമിത്രഹൻ. സഹ ആ കർദമമുനി താം അവളെ കണ്ടപ്പോൾ അതെങ്ങനെയാണ് കണ്ടത്? കൃതമല സ്നാനം, അതായത് കുളിച്ച് നല്ല വൃത്തിയായിട്ട്
വിഭ്രാഞ്ചദ്യയും അത്യത്ഭുതകരമായ അപൂർവവത്ത് എന്താ പറയുക, അപൂർവമായും അത്യത്ഭുതവുമായും തിളങ്ങി നിൽക്കുന്ന ആത്മനോ ബിഭ്രതീ രൂപം, തൻ്റെ സ്വന്തം ആത്മനോരൂപം, പണ്ടത്തെ ദേവഹൂതിയുടെ ആ മനോഹരമായ രൂപത്തെ ബിഭ്രതി തിരിച്ചു കിട്ടിയ സംവേദ രുചിരസ്തനി, പട്ടുവസ്ത്രങ്ങളാൽ മറയ്ക്കപ്പെട്ട സ്ഥലങ്ങളോടുകൂടിയ വിദ്യാധരി സഹസ്രേണ സേവ്യമാന, 1000 വിദ്യാധരിമാരാൽ, ആ ഗന്ധർവ സ്ത്രീകളാൽ സേവിക്കപ്പെട്ടവളായി നിൽക്കുന്ന സുവാസസം പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ ആ ദേവഹൂതിയെ കണ്ടപ്പോൾ ജാതഭാവഹ, അദ്ദേഹത്തിന് അവളോട് അനുരാഗമുണ്ടായി. അങ്ങനെ വിമാനം തദാരോഹയത്, അവളെ കൈപിടിച്ച ആ വിമാനത്തിലേക്ക് കയറ്റി. അമിത്രഹൻ എന്ന് വിളിക്കുന്നത് മൈത്രേയ മഹർഷി വിതുരരെയായിരുന്നു. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കുളിച്ച് സുന്ദരിയായിട്ട് അത്യത്ഭുതകരമായ അപൂർവമായ കാന്തിയോട് കൂടിയിട്ട് ദേവഹൂതിയുടെ പണ്ടത്തെ അതേ യഥാർത്ഥത്തിലുള്ള ആ കാന്തി, ആ മനോഹര ആ ഭംഗി അതുപോലെ തന്നെ തിരിച്ചു കിട്ടി. പട്ടുവസ്ത്രങ്ങളാൽ മറയ്ക്കപ്പെട്ട സ്ഥലങ്ങളോട് കൂടിയ ഈ 1000 കന്യകമാരാൽ സേവിക്കപ്പെട്ടവളായി പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് നിൽക്കുന്ന ആ ദേവഹൂതിയെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമുണരുകയും അവളെ കൈപിടിച്ച ആ വിമാനത്തിലേക്ക് കയറ്റുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഇന്ന്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം. മനസ്സിലായില്ലേ? രസാണ് ഇനി കഥകളൊക്കെ കേൾക്കാനായിട്ട്, രസാണ് ഇനി കഥകൾ കേൾക്കാനായിട്ട്. കാണാം, അതെ, കാണാം, അതെ അതെ, രസാണ് ഇനി ഈ കഥകൾ കേൾക്കാനായിട്ട്. നമസ്തേ. നമസ്തേ. എക്സിറ്റ് ആവും. ശരി. അപ്പോൾ നാളെ ഞാൻ ഗ്രൂപ്പിലിടാം നമ്മുടെ ദേവി മഹാത്മ്യ പാരായണ വിധി. ഞാൻ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച 22-ാം തീയതി തൊട്ട്